ബി.ജെ.പി. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വിവിധ പാർട്ടികളിൽപ്പെടുന്ന നേതാക്കന്മാരെ എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ പാർട്ടികളിലുള്ള ആ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്നതും ഇല്ലെങ്കിൽ അതൃപ്തരായിട്ടുള്ളവരുമായ 100 പേരുടെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയിരുന്നു. ഇവരിൽ പല പ്രമുഖ നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം നേരിട്ട് പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ ചർച്ചകൾ സജീവമാക്കുമെന്നും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് എത്തുമെന്നും ബി.ജെ.പി. വൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിൻ്റെ ആദ്യ പടിയായി ഇന്ന് ബി.ജെ.പിയുടെ ഒരു സംഘം മൂന്നാർ സന്ദർശിക്കുന്നുണ്ട്. കാരണം എസ് രാജേന്ദ്രനുമായിട്ട് പലവട്ടം ബി.ജെ.പി. നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. എസ് രാജേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPM അഴിച്ചുവിടുന്നത്. തനിക്കിനി രക്ഷ ബി.ജെ.പി. മാത്രമേ ഉള്ളൂ. തൻ്റെ കൂടെ നിന്നവരെയൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അതിക്രൂരമായ രീതിയിൽ CPM മർദ്ദിച്ചിരുന്നു. ഇവരെ കൂടി സന്ദർശിക്കാനാണ് ഇന്ന് ബി.ജെ.പി. സംഘം മൂന്നാറിൽ എത്തുന്നതെങ്കിൽ പോലും എസ് രാജേന്ദ്രനുമായി കൂടുതൽ ചർച്ചകൾ നടത്തുകയും വരും ദിവസങ്ങളിൽ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എസ് രാജേന്ദ്രൻ പറഞ്ഞത് തനിക്കൊപ്പം നിൽക്കുന്നവരെയും തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിന് ജീവിക്കണം, ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ തനിക്ക് ബി.ജെ.പി. അല്ലാതെ വേറെ മാർഗമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ബി.ജെ.പിയുടെ സംഘം മൂന്നാറിലെത്തുന്ന. പരിക്കേറ്റവരെയും കാണുന്നുണ്ട്, ഒപ്പം രാജേന്ദ്രനെ കാണുന്നു. തുടർന്ന് ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തുടങ്ങി വെച്ച ചർച്ചകളുടെ ഭാഗമായി നേരത്തെ ചർച്ചകൾ നടത്തിയ നേതാക്കന്മാരുമായി വീണ്ടും ചർച്ചകൾ നടത്തുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓപ്പറേഷൻ ലോട്ടസ് കേരളത്തിലും വിജയകരമായി മുൻപോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.